the present Vice Principal and Head of the Department of Zoology, Dr. Aloysius M. Sebastian, to the dais. Now let me invite Professor Sri Sebastian Joseph to the dais. Now I invite Professor P.C. Joseph, Dr. P.D. Joseph, Professor Jojo Joseph V, Dr. Santosh K. Joseph, Sister Jessie Joseph, and Dr. Sandhya C. to the stage. Us to start and end well. It freshens our mind and soul. A prayer helps us to endure the biggest situations. So why don't we have a prayer song? For that, I invite Sridevi S. I request all of you to please rise for the prayer. Now I invite Sri Sebastian Joseph to deliver the welcome speech. Mandanam K. College Zoology Department Medhavi Professor Aloysius M. Sebastian, ഞങ്ങളുടെ പഴയ ഡിപ്പാർട്ട്മെന്റ് മേധാവി പ്രൊഫസർ സി സെബാസ്റ്റ്യൻ ജോസഫ്, മുൻ അധ്യാപക ശ്രേഷ്ഠനായ പ്രൊഫസർ പി സി ജോസഫ്, അധ്യാപകരായ പി വി ഒ സാറ്, സന്തോഷ് സാർ, ജോജോ സാർ, സിസ്റ്റർ, ബഹുമാന്യരായ അനധ്യാപകര്, സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സുവോളജി കുടുംബത്തിൻ്റെ പ്രധാന ഭാഗങ്ങളായ കുടുംബ അംഗങ്ങളെ, സുവോളജി കുടുംബത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ കുട്ടികളെ, 25 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അല്ലെങ്കിൽ വേർപിരിയലിന് ശേഷം വീണ്ടും ഒത്തുചേർന്നിരിക്കുന്ന സുവോളജിയുടെ വീര്യവും ആർജവവും നിറഞ്ഞ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ് 1982 ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യകാല 3 ബാച്ചുകളുടെ ഒരു സംഗമമാണ് ഇന്ന് സുസംഗമം എന്ന പേരിൽ ഇന്ന് യാഥാർത്ഥ്യമായി തീരുന്നത്. പഴയകാല കലാലയ ജീവിതത്തിൻ്റെ മധുരസ്മരണകൾ അയവിറക്കുന്നതോടൊപ്പം അനവധി കർമ്മ പദ്ധതികളിലൂടെ വരും തലമുറയ്ക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്ന സതുദ്ദേശത്തോടെ ഏകദേശം 4 മാസങ്ങൾക്ക് മുമ്പ് മുളപൊട്ടിയ ചെറു ചിന്തകൾ ഏകദേശം 90% പൂർത്തിയായി പൂർണ്ണീകരിക്കുകയാണിപ്പോൾ. വളരെയധികം സന്തോഷത്തോടും അതിലേറെ ആത്മസംതൃപ്തിയോടുകൂടിയാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സുവോളജി കുടുംബത്തിൻ്റെ പ്രതിനിധിയായി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ആശംസിക്കുമ്പോൾ തന്നെ പഴയ കലാലയ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാനും ഇന്നത്തെ നമ്മുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനുമുള്ള ഈ സുന്ദര നിമിഷം അല്ലെങ്കിൽ സുന്ദര മുഹൂർത്തങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടതിലുള്ള സംതൃപ്തിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ കലാലയം വിട്ടിറങ്ങുമ്പോൾ വീണ്ടും കണ്ടുമുട്ടാമെന്ന നല്ല വാക്കുകളും
അതോടൊപ്പം എഴുതി കൊടുത്ത ഓട്ടോഗ്രാഫുകളും അഡ്രസ് ബുക്കുകളും മാറി മറിയുന്നതിന് അധിക വർഷങ്ങൾ വേണ്ടി വന്നില്ല. ജീവിതത്തിൻ്റെ വിവിധങ്ങളായ തുറകളിൽ എത്തിച്ചേരുകയും അതിൻ്റെ പരിപരിത യാഥാർത്ഥ്യങ്ങളുമായി മല്ലിടുകയും ചെയ്ത കാലഘട്ടത്തിൽ നീ എല്ലാം മറന്ന് ഓർമ്മകളിൽ മാത്രമായി ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന നീണ്ട 27 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ ഒരു സത്യനും ജെയിംസും പ്രകാശും സംഗമിച്ച് ഉരുത്തിരിഞ്ഞതാണ് ഈ സുസംഗമം. വർഷങ്ങൾക്ക് ശേഷം അഡ്രസ്സും ഫോൺ നമ്പറും തപ്പിയെടുക്കുക എന്നത് ഒരു ഭഗീരഥ യജ്ഞമായിരുന്നു. കോളേജ് ഡിപ്പാർട്ട്മെന്റിൽ ചെന്നപ്പോൾ നമ്മുടെ അധ്യാപകർ നമ്മളോട് കാണിച്ച താല്പര്യവും അവിടെ നിന്ന് കിട്ടിയ കുറേ അഡ്രസ്സുകളും അത് വെച്ച് ആദ്യം എല്ലാവർക്കും ഒരു ലെറ്റർ അയച്ച് തുടങ്ങിയതാണ്. അതും 4 മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചത്. സെക്കൻഡ് ബാച്ചിലുള്ളവരാണ് ആദ്യം തുടങ്ങിയെങ്കിലും അപ്പോഴാണ് ഞങ്ങളുടെ സീനിയേഴ്സിനെയും ജൂനിയേഴ്സിനെയും ഉൾക്കൊള്ളിക്കണമെന്നുള്ള ഒരു നല്ല ചിന്ത വീണ്ടും ഉരുത്തിരിഞ്ഞത്. അങ്ങനെ സീനിയർ ബാച്ചും തൊട്ടടുത്ത ജൂനിയർ ബാച്ചും ഉൾക്കൊള്ളിക്കുകയും സീനിയർ ബാച്ചിലെ ദിലീപും സുകുമാരനും ബെന്നിയും രാജീവും അനിൽകുമാറും അവരുടെ ബാച്ചിനെ കണ്ടെത്താനായി അടുത്ത നീക്കം. ജൂനിയർ ബാച്ചിലെ സരളയും ബൈജുവും സുരേഷുമാരും ശോഭയും രംഗത്തിറങ്ങിയപ്പോൾ ഈ സംഗമം ഒരു ദിവസം സംഭവിക്കുമെന്ന് ഉറപ്പായി. എന്തിനേറെ പറയുന്നു, ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ സംഗമത്തിൻ്റെ ഏറ്റവും വിജയത്തിൻ്റെ നാഴികക്കല്ലുകൾ തന്നെയാണ്. അതുപോലെ തന്നെ അസൗകര്യം മൂലം കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അവരുടെ എല്ലാം ടെലിഫോൺ കോളുകൾ നമുക്ക് എത്തിക്കഴിഞ്ഞു. ആശംസകൾ അവർ അറിയിച്ചിട്ടുണ്ട്. ഇനി വരും വർഷങ്ങളിൽ ഇത് സാധ്യമാക്കാൻ പറ്റിയാൽ വീണ്ടും സമ്മേളിക്കാം എന്നാണ് അവരിൽ നിന്നും അറിയാനിടയായത്. എല്ലാവരെയും ആത്മാർത്ഥമായി ഞാൻ ഈ അവസരം അഭിനന്ദിക്കുവാനായിട്ട്, ഇത് വെറും ഒരു കുറേ വ്യക്തികളുടെ മാത്രം സംഗമമല്ല, ഇതൊരു ബാച്ചിൻ്റെ സംഗമമല്ല, ഇത് മാന്നാനം KE കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംഗമമാണ്. ഇത് നമ്മുടെ സംഗമമാണ് എന്ന ഒരു അവബോധം നമ്മിൽ ഒത്തൊരുമിച്ചാൽ എല്ലാ വർഷവും കൃത്യമായി സമ്മേളിക്കാനാകും എന്നതിന് യാതൊരു തർക്കവുമില്ല. സുസംഗമം എന്ന പേരിട്ടിരിക്കുന്നത് തന്നെ അതിൻ്റെ മകുട ഉദാഹരണമാണ്. സുവോളജി പാസ്റ്റ് പീപ്പിൾസ് ഇത് സുവോളജി സംഗമമായിട്ട് കരുതുന്നുവെങ്കിൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങളായ കുഞ്ഞുങ്ങളും ബാക്കി ഭാഗങ്ങളും ഇത് ഒരു സുന്ദര സംഗമമായിട്ട് വീക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സുന്ദര സന്തോഷ സമ്മേളനം നമ്മുടെ എല്ലാ ജീവിതത്തിലെ തന്നെ ഒരു മറക്കാനാവാത്ത സംഭവമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത് ഇന്ന് 3 ബാച്ചിൻ്റെ എങ്കിൽ വരും വർഷങ്ങളിൽ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പുറത്തിറങ്ങുന്ന എല്ലാവരുടെയും ഒരു കൂട്ടായ്മയായി തീരുന്നതിനുള്ള വേദിയായി തീരട്ടെ എന്നുകൂടി ആശംസിക്കട്ടെ. നമുക്കറിയാം, ഇന്ന് എല്ലാ കലാലയങ്ങളിലും ഇത്തരത്തിലുള്ള ആലുമിനി അസോസിയേഷൻ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ കൂട്ടായ്മ തീരണം എന്ന ലക്ഷ്യം ഇതിൻ്റെ തുടക്കം മുതലേ എല്ലാവരിൽ നിന്നും അറിയുവാനിടയായി. അതിൻ്റെ വെളിച്ചത്തിൽ കൂട്ടായ അഭിപ്രായങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഏതാനും ചില നല്ല ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. സുസംഗമം 2011 സ്റ്റുഡൻറ് എൻഡോമെന്റ് ഫണ്ട് ഇന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ്. ഈ ഡിപ്പാർട്ട്മെന്റിൽ 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥിയെ കണ്ടെത്തി എല്ലാ വർഷവും 10,000 രൂപയുടെ ക്യാഷ് പ്രൈസ് നൽകി പ്രോത്സാഹിപ്പിക്കുവാനായിട്ടാണ് ഈ എൻഡോമെന്റ് ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനായി വരും വർഷങ്ങളിലേക്ക് ഏവരുടെയും ആത്മാർത്ഥമായ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഈ വർഷത്തെ അവാർഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശ്രീ സത്യൻ KB അവറുകളാണ്. അദ്ദേഹത്തെയും കുടുംബത്തെയും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. വരും വർഷങ്ങളിലേക്ക് ഇത് ഓഫർ ചെയ്യുന്നതിനായി നിങ്ങൾക്ക് എല്ലാവർക്കും അവസരമുണ്ടായിരിക്കുന്നതാണ്.
ഇതിനോടകം അനവധി ഓഫറുകൾ കിട്ടിക്കഴിഞ്ഞ സന്തോഷവും എല്ലാവരെയും അറിയിക്കട്ടെ. സുസംഗമൻ 2011 ഭാഗമായി അക്കാഡമിക് ആൻഡ് ഫാമിലി വാർത്തകൾ എല്ലാവരിലും എത്തിക്കുന്നതിനായി ഒരു മന്ത്ലി പ്രസിദ്ധീകരണത്തെ വിഭാവനം ചെയ്തു വരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ നാം ഇനിയും കൂട്ടായി തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. വളർന്നു വരുന്ന ഭാവി തലമുറയ്ക്ക് ഉത്തേജനം പകരുവാൻ ഒരു സ്റ്റുഡൻറ് അക്കാഡമിക് ആൻഡ് എംപ്ലോയ്മെന്റ് ഗൈഡൻസ് സെൽ പ്രവർത്തിക്കുന്നതിന് ആലോചിക്കുന്നു. വിദഗ്ധരായ അക്കാഡമിഷ്യൻസിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം നമ്മുടെ കുട്ടികൾക്കും ഭാവിയിലേക്ക് ഒരു നല്ല ഗൈഡൻസിന് ഉപകാരപ്രദമാക്കണം എന്ന ലക്ഷ്യത്തിനോടുകൂടിയാണ്. സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും സന്തോഷിക്കുവാനും അതിലേറെ ആത്മസംതൃപ്തിക്ക് ഇടയാക്കിയ ഈ സംഗമം വരും വർഷങ്ങളിലും സാധ്യമാകുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിന് ഏറ്റവും കഠിനാധ്വാനം ചെയ്ത ഒരു വ്യക്തിയെ നിങ്ങളുടെ മുന്നിൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം കഴിഞ്ഞ 4 മാസമായി ഞങ്ങളിൽ പലർക്കും ഒരിക്കലും ഇരിക്കപ്പുറത്തി തരികയിലാന്ന് പറയുന്ന പോലെയാണ് മിസ്റ്റർ ജെയിംസ് ഇമ്മാനുവൽ നമ്മുടെ പുറകെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സംഗമത്തെക്കുറിച്ച് ആദ്യം അദ്ദേഹത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞതെന്ന് തന്നെ പറയാം. എന്തുവേണ്ടി വളരെ വിജയകരമായിട്ട് അദ്ദേഹം എന്നേക്കാൾ കൂടുതൽ ഇന്ന് സംതൃപ്തിയിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിവേ, നിങ്ങളുടെ എല്ലാവരുടെയും ഒരു അപ്ലോസ് ജെയിംസ് ഇമ്മാനുവലിന് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. കാരണം എല്ലാവരും തിരക്കുള്ള മനുഷ്യരാണ്. തിരക്കിനിടയിലും ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ആലോഷി സാറാണ്. സാറ് നമ്മുടെ കുടുംബനാഥനാണിപ്പോൾ. ആ നാഥനെ ഔദ്യോഗികമായി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രഥമ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് സെബാസ്റ്റ്യൻ സാറിനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ വ്യക്തിയെ ഞാൻ ഇനി പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ എല്ലാം ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വല്യപ്പൻ അപ്പൻ ഏറ്റവും ആദ്യം ഇവിടെ എത്തി എന്ന് തന്നെ പറയണം. കാരണം ഞാൻ അതിശയിച്ചു പോയി. രാവിലെ 10 എന്നുള്ള ഒരു സമയം ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് തന്നെ ഇവിടെ എത്തിയപ്പോൾ ശരിക്കും എനിക്ക് പോലും ചിന്തിക്കാൻ പറ്റിയില്ല. കാരണം ഇത്രമാത്രം പഴയ വിദ്യാർത്ഥികളോടുള്ള ആ താല്പര്യം അത് എനിക്കിന്ന് രാവിലെ തന്നെ ബോധ്യപ്പെട്ടത്. ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ സാറിനെ, ഫാമിലിയെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. അടുത്തത് നമ്മുടെ കൊച്ചച്ഛൻ, വലിയപ്പം കഴിഞ്ഞ് കൊച്ചച്ഛനും രാവിലെ തന്നെ എത്തി. വൈക്കത്തു നിന്നാണ് എത്തിയത്. വൈക്കത്തുനിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് 10 എന്നുള്ളത് 10:15 11 മണിക്ക് മുമ്പാടായിട്ട് ഇവിടെ എത്തി. വളരെ സന്തോഷം തോന്നി. കാരണം സ്റ്റുഡൻസ് എത്തുന്നതിന് മുന്നേ അധ്യാപകർ 2 പേരും എത്തിയതിലുള്ള ആത്മാഭിമാനം ശരിക്കും അഭിമാനിക്കത്തക്ക സംഗതിയാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ PC ജോസ് സാറിനെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്ത സാറന്മാരെല്ലാം റിട്ടയർ ചെയ്യാറായെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഉടനെ റിട്ടയർ ചെയ്യുന്ന പറഞ്ഞാൽ അപ്പനെന്നും വല്യപ്പനെന്നും ഒന്നും വിളിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഗുരുഭൂതനായിട്ട് നമുക്ക് അംഗീകരിക്കാതിരിക്കാനും പറ്റത്തില്ല. ഈ 2 രീതിയിലും ഞാൻ തുടങ്ങിയിരിക്കും. അത് കാരണം PV ജോസ് സാറിനാണ് അടുത്തയാള്. സാറ് റിട്ടയർ ചെയ്യാൻ ഇനി ഒരു 3 വർഷം കൂടെ ഉള്ളൂ. 1 വർഷം കൂടെ ഉള്ളു. 1 വർഷം കൂടെ ഉള്ളു. കാഴ്ചയിൽ ചെറുപ്പമാണ്. പക്ഷെ 1 വർഷം കൂടെ ഉള്ളു റിട്ടയർ ചെയ്യാനായിട്ട്. സാറിനെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം. അടുത്ത ജോജു സാറാണ് അടുത്തയാൾ. സാറ് മാതാണ്ട് തന്നെയുള്ളതാണ്. എപ്പോഴും നമുക്ക് വേണ്ട ഗൈഡൻസ് തരാനായിട്ട് എപ്പോഴും നമ്മുടെ സംഗമം ഇനിയും വർഷങ്ങളിലേക്ക് തുടരാനായിട്ടൊക്കെ രീതിയിൽ നമ്മളെ എപ്പോഴും വേണ്ട പ്രോത്സാഹനം തന്നുകൊണ്ടിരിക്കുന്നയാളാണ്. ജോജു സാറിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇനി യോഗം ഫിനാൻഷ്യൽ ടൈമിൽ നമ്മളുടെ അന്നും
സുന്ദരൻ എന്നും സുന്ദരൻ എന്ന് പറയത്തക്ക രീതിയിലാണ് സന്തോഷ് സാറ്. ഇപ്പോൾ എന്നാ റിട്ടയർ ചെയ്യണമെന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം ഉടനെ വല്ലതും ആയിരിക്കും, പറയാൻ പറ്റില്ല. പക്ഷെ അത് ഞാൻ നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് റിട്ടയർമെൻ്റ് എന്നാണ്. പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സന്തോഷ് സാറിനെയും ഈ യോഗത്തിലേക്ക് ഞാൻ സഹർഷവും സ്വാഗതം ചെയ്തു. സിസ്റ്റർ നമുക്ക് പുതിയതാണ്, ശരിക്കും സിസ്റ്ററിനെയും ഈ യോഗത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ സഹർഷം സ്വാഗതം ചെയ്തു. ഇനി സ്വാഗതം അറിയിക്കുന്നത് ഞങ്ങളുടെ എല്ലാ ഭാഗങ്ങളാണ്. ഇവിടെ എല്ലാവരും വിത്ത് ഫാമിലി എത്തിയതിൽ തികച്ചും വിത്ത് ഫാമിലിയായിട്ട് എത്തിയ എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നവരാണ്. ഫാമിലിയായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ വാമഭാഗങ്ങളെയും ഞാൻ ഔദ്യോഗികമായി ഈ സംഗമത്തിലേക്ക് ക്ഷണിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ ഞങ്ങളുടെ കുഞ്ഞ് വളരുന്ന തലമുറ, ശരിക്കും ഇത്രയേറെ പേരുണ്ട്, ഇനിയും ഒമ്പടി പേരുണ്ട്, പക്ഷെ എല്ലാം എത്തിയിട്ടില്ല, അതാണ് പ്രശ്നം. പക്ഷെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുമക്കളെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പിന്നെ സുവോളജിയിൽ പഠിച്ച 3 ബാച്ചിലെ എൻ്റെ സുഹൃത്തുക്കൾ, നിങ്ങളെ ഔദ്യോഗികമായിട്ട് സ്വാഗതം ചെയ്യുകയല്ല, നിങ്ങളുടെ ഈ സാന്നിധ്യം എന്തുകൊണ്ടും നമുക്ക് ഒരു ഉത്തേജനമാണ്. വരും വർഷങ്ങളിലും നമ്മൾ ഇതുപോലെ സംഗമിച്ചിരിക്കും. നിങ്ങളുടെ സഹകരണവും പ്രോത്സാഹനവും എപ്പോഴും ഉണ്ടാവും. എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Music speaks what cannot be expressed, soothes the mind and gives it rest, heals the heart and makes it whole, flows from heaven to the soul. Now we have Elizabeth, daughter of Regimold TT, second batch, to sing for us. Now we have Ashra Puja to honor the departed soul of our father James Puttanparapil. ഈ ധന്യ മുഹൂർത്തത്തിൽ ഒരു നിശബ്ദ സാന്നിധ്യമായി നമ്മോടൊപ്പം നമ്മുടെ ജെയിംസ് അച്ഛനുണ്ട്. വാക്കുകൾ കൊണ്ട് ജെയിംസ് അച്ഛന് ആ ഓർമ്മ ഞാൻ പുതുക്കേണ്ട ആവശ്യമില്ലെന്നറിയാം. ഒരു നിമിഷം ആ ധന്യ ആത്മാവിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമുക്ക് സമ്മർശിസ്കരാകാം. ഒരു നിമിഷം വിജയത്തിലെത്താം. പ്രഭാസ് സാറ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ദൈവത്തിലേക്കുന്നായിരിക്കും.
invite Dr. Aloysius M. Sebastian, Vice Principal and Head of the Department of Zoology, Kuriakose Elias College, Mananam, to deliver the presidential address. ഇത്രയും ബഹുമാന്യനായ സെബാസ്റ്റ്യൻ ജോസഫ് സാറേ, PC ജോസഫ് സാറേ, എൻ്റെ ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെൻ്റ് സഹപ്രവർത്തകരെ, പ്രിയമുള്ള എൻ്റെ മക്കളെ, കുഞ്ഞുമക്കളെ, ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ONVയുടെ പ്രശസ്തമായിട്ടുള്ള വരികൾ ഓർക്കുകയായിരുന്നു. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. വാക്യം പാടി നിങ്ങളെ ബോധിപ്പിക്കുന്നില്ല, സമയത്തിന് കുറവുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു അവസരം ഞാൻ മനസ്സിൽ താലോലിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി വർഷങ്ങളായി. എന്തായാലും നിങ്ങളെ എല്ലാവരും കൂടെ ഒന്നിച്ച് കാണാനായിട്ട് നിമിത്തമായത് ജെയിംസ് ഇമ്മാനുവലിൻ്റെ തലയിൽ കയറിയ എനിക്ക് ഇത്രയും ഒരു കാരണവശാൽ ഇത്രയും വിജയകരമായൊന്നും ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. നല്ല ഒന്നാം തരം ആഹാരം കഴിച്ച് ഇപ്പോഴും എൻ്റെ വയറ്റിൽ കിടന്ന കോഴിയെല്ലാം കരയാണ്. എന്തായാലും പ്രിൻസിപ്പലിൻ്റെ അനാരോഗ്യ നിമിത്തം പ്രിൻസിപ്പലിൻ്റെ പകരം ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹം തന്നെ എന്നോട് ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിലും ഞാൻ പങ്കെടുക്കാനായിട്ട് നിർബന്ധമായിട്ടും വരണമല്ലോ. അപ്പം ഒരു അവസാനം പറയാൻ വിട്ടുപോയെങ്കിലും എന്ന് വെച്ച് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു ചെറിയ കാര്യം നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ഒപ്പിട്ട ആ മിനിറ്റ്സിൻ്റെ ഒരു കോപ്പി, അതുപോലെ അതിൻ്റെ ഒരു റിപ്പോർട്ടും മറക്കാതെ എപ്പോഴെങ്കിലും ഈ ഒരു മാസം, മെയ് മാസത്തിനകത്ത് ഞങ്ങൾക്ക് തന്നാൽ വളരെ ഉപകാരമായിരുന്നു. കാരണം അടുത്ത വർഷം ആദ്യം നാക് ടീമിൻ്റെ വിസിറ്റുണ്ട്. അപ്പം അലുമിനിയുടെ ഒരു ഇത് ടേൺ ഔട്ടും അതുപോലെ അവരുടെ ഇത് അഭിപ്രായങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അന്നേരം കുറച്ച് പേര് നിങ്ങളെ നിർബന്ധമായിട്ടും വിളിച്ച് വരുത്തേണ്ടിയും വരും. അപ്പോൾ അത് ചെയ്യാൻ മറക്കരുതെന്നും അതുപോലെ പ്രിൻസിപ്പലിൻ്റെ പേരിലുള്ള എല്ലാ ഭാവുകങ്ങളും ആദ്യമേ നേരുകയാണ്. ഇനിയും 1981 നമ്മൾ ഡിഗ്രി തുടങ്ങുന്നത് അല്ലേ? 82 സെബാസ്റ്റ്യൻ പറഞ്ഞ്, എൻ്റെ ഓർമ്മ 81. അപ്പോൾ അതിനൊരു 2 വർഷം മുമ്പ് സെബാസ്റ്റ്യൻ ജോസഫ് സാറും ഞാനും ഒക്കെ കൂടി ഇവിടെ ഒരു കമ്മീഷനൊക്കെ വന്ന് സുവോളജി BSc തുടങ്ങാനായിട്ടുള്ള സംരംഭങ്ങളൊക്കെ ആയി. ആദ്യ ബാച്ചിൽ നല്ല ഒരു എന്താ പറയുക, വളരെ നമുക്കൊരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു ബാച്ച് കുട്ടികളിങ്ങനെ വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ബാച്ചും ഒട്ടും മോശമായില്ല. മൂന്നാമത്തെ ബാച്ചിൻ്റെ ക്ലാസ് ടീച്ചർ ഞാനായിരുന്നു. ആദ്യത്തെ ബാച്ചിന് PC സാറായിരുന്നു. മൂന്നാമത്തെ ബാച്ചിൻ്റെ ജെയിംസ് അച്ഛനായിരുന്നു. അപ്പം ആ കഴിഞ്ഞ ബാച്ചിൻ്റെ ഇപ്പോഴും പലരെയും പേര് പറയുമ്പോൾ വ്യക്തമായിട്ട് അറിയാം. എൻ്റെ കമ്മീഷൻ പറഞ്ഞ് മക്കളെ ഞങ്ങളെപ്പറ്റി വല്ല കളിപ്പേരുണ്ടെങ്കിൽ ഇപ്പം ഷെയർ ചെയ്യാൻ പറ്റിയ അവസരമാണ്. ഇതുവരെ ഈ 31 കൊല്ലം കഴിഞ്ഞ് 31 വർഷമായി ഞാനിവിടെ വന്നിട്ട് ഇതുവരെ എനിക്കൊരു കളിപ്പേര് കിട്ടിയില്ല എന്നുള്ളൊരു എന്താ ഒരു വിഷമം ബാക്കി നിൽക്കുന്നു. എന്തായാലും എങ്ങൊന്നും ഒന്നും കേട്ടില്ല. ഉണ്ടെങ്കിൽ ഇപ്പം കിട്ടിയതിനെ, കാരണം വൈസ് പ്രിൻസിപ്പൾ എന്ന നിലയിൽ കോളേജിനെ മൊത്തത്തിൽ പല പ്രാവശ്യം ഞാൻ അഡ്രസ്സ് ചെയ്യേണ്ട അവസരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം കുട്ടികൾ കുറേ കഴിയുമ്പോൾ ബോറടിച്ച് കഴിഞ്ഞാൽ പുറകിൽ നിന്ന് സംസാരിക്കും. ഉടൻ തന്നെ ഞാനത് ഫുൾ സ്റ്റോപ്പ് പോലെ എൻ്റെ പ്രസംഗം നിർത്തുകയും ചെയ്യും. അപ്പോൾ ഇപ്പോഴാരെങ്കിലും നിർത്തണമെങ്കിൽ ഒന്ന് കൈവയ്ക്കാൻ മതി. ഇവിടെ സംസാരിക്കാൻ നിങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ടല്ലോ, ഉടൻ തന്നെ നിർത്തിക്കോളാം. അപ്പം എന്തായാലും നിങ്ങളെ ഇപ്പം കണ്ടപ്പം ഒരു 1981-85 കാലഘട്ടത്തിലേക്ക് എൻ്റെ മനസ്സ് പോയി. ശരിക്കും ഞങ്ങളുടെ ശരീരത്തിന് വാർദ്ധക്യം ബാധിക്കുന്നുള്ളൂ, ഞങ്ങളുടെ മനസ്സിന് വാർദ്ധക്യം ബാധിക്കുന്നില്ല. എന്തെന്നാൽ എപ്പോഴും ചെറിയുറുക്കുള്ള നല്ല മിടുക്കന്മാരെയാണ് ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പം കുസൃതികളും കുറുമ്പുകളും ഒക്കെ ഉണ്ട്. ചില നേരത്തെ ഇച്ചിരി എന്താ പറഞ്ഞ ഓം കറുത്ത് വർത്തമാനമൊക്കെ പറയേണ്ടി വരും.
നിങ്ങൾക്കറിയാവുന്ന പോലെ എനിക്കൊരു പരിധി കവിഞ്ഞ് പിള്ളേരോട് മുഖം കറുത്ത് പറയാനായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോഴും പല അവസരത്തിലും അതിൻ്റെ ദൂഷ്യവശങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളെ ഇന്ന് കണ്ടപ്പം ഞാൻ ഇതിൻ്റെ ഈ റിട്ടയർമെൻറ്റാണ് ശരിക്കും പറഞ്ഞാൽ കൗണ്ടേണാണ്. ഈ ജൂൺ മുതൽ എണ്ണിക്കൊണ്ട് മാർച്ച് 31 വരെ എത്രയും കാലമേ ഉള്ളൂ എനിക്ക് ഈ സർവീസ്. അപ്പോൾ ഇങ്ങനെ ഒരു നിമിത്തമായെന്ന് ഞാൻ പറയുന്നത്. നിങ്ങളെല്ലാവരെയും കണ്ട് യാത്ര പറയണം. റിട്ടയർ ചെയ്യുന്നതിന് മുമ്പെന്ന് എനിക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ സുഭാഷ് ചന്ദ്ര സാർ രാവിലെ എന്നോട് പറഞ്ഞു, ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞു 10:30 ആയപ്പോൾ സാറ് വരുമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലെ ചെറിയ അത്യാവശ്യങ്ങളുണ്ടായിരുന്നു. അതിലുപരി സ്വല്പം മനഃപൂർവ്വം താമസിച്ചതാണ്. പഴയ കൂട്ടുകാർ കൂടുമ്പോൾ പഠിക്കുന്ന കാലത്ത് ചെറിയ ലൈനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതർ പാർട്ട്നേഴ്സ് കാണാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പതുക്കെ പരുമ്പം സാറന്മാരുണ്ടെങ്കിൽ അതൊരു കട്ടുറുമ്പാവുമല്ലോ. അതുകൊണ്ട് മനഃപൂർവ്വം താമസിച്ച് 12 കഴിഞ്ഞ് വരാം എന്ന് ഞാനും PV സാറും ജോജോ സാറും എല്ലാം കൂടെ തീരുമാനിക്കുകയും അതനുസരിച്ചാണ് ഞങ്ങൾ 12 ശേഷം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വിടുകയായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം കൂടെയാണെങ്കിൽ അതില്ല കേട്ടോ, രാവിലെ പോലെ തന്നെ വരും. കാരണം പെൻഷൻ പറ്റി ആ വീട്ടിൽ ഇരിക്കുകയാണ്, വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ വരും. ഇപ്പം എന്തായാലും ഇങ്ങനെ ഒരു സംരംഭം, അതും വളരെ കുറ്റമറ്റ രീതിയിലും വളരെ കർക്കശമായിട്ടും ഞങ്ങളുടെ ഇവിടെ ഏറ്റവും നന്നായിട്ട് പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്ന MSW ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികൾ നടത്തുന്ന അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുന്നതിലും വളരെ സമർത്ഥമായിട്ട് ഇവർ 4-5 പേര് ഇങ്ങനെയൊരു മീറ്റിംഗ്, അതും ഇപ്പം ഈ താക്കോലൊക്കെ ഏൽപ്പിച്ചിരുന്ന ജോയിച്ചേട്ടനെ ഞാൻ 2 വട്ടം വിളിച്ചു വരുത്തി. ഇപ്പം ജോയിച്ചേട്ടൻ പറഞ്ഞു, സാറേ ഇങ്ങനെയൊരു ഇത് ഗ്യാതറിങ് 3 ബാച്ചുള്ളതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇത്രയും പേര് ഒരു ബാച്ചിലും ഇവിടെ വന്നിട്ടില്ല. അതൊരു വലിയൊരു സംഭവമാണ്. അപ്പം എല്ലാവരോടും എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവരും മോൻ കണ്ട് എല്ലാവരുമായിട്ട് സംസാരിച്ചപ്പം എല്ലാവരും വളരെ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാനൊന്ന് പണ്ട് നിങ്ങളൊക്കെ പഠിച്ചു പോകുന്ന സമയത്ത് ചെറിയ ഉപദേശങ്ങളൊക്കെ എന്നെ ഒരു ഉപദേശിന്നാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകർ സഹ അധ്യാപകർ പറയുന്നത്. അന്ന് ഉപദേശിച്ചപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റോസാപ്പൂവിൻ്റെ അറ്റത്തെ ആ പൂ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, അതിന് ചുവട്ടിലുള്ള ചെറിയ മുള്ളുകളുണ്ട്. ഇപ്പം ജീവിതം അതുപോലെയാണ്. എപ്പോഴും നമുക്ക് സുഖ ദുഃഖ സമ്മിശ്രമാണ്. അങ്ങനെ ദുഃഖം ഉണ്ടെങ്കിലേ ഉള്ളൂ സുഖം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. വെയിലുണ്ടെങ്കിലേ തണൽ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് എല്ലാവരും എല്ലാം മറന്ന് ഇവിടെ സന്തോഷവാന്മാരായിട്ടും സന്തോഷവതികളായിട്ടും കാണുന്നു. ജീവിതം വളരെ അപങ്കുരം, എന്താ പറഞ്ഞ ഒരു ചെറിയ കാറ്റും കൂളുമൊക്കെ ഉണ്ടെങ്കിലും വഞ്ചി അല്ലെ നൗക ഇങ്ങനെ അപങ്കുരം മൂവ് ചെയ്യുന്നു എന്നുള്ളത് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും എല്ലാ നന്മകളും കേരളീശ്വരൻ തരട്ടെ. ഞാൻ അധികം നിരൂപിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇവിടെ വന്നതിൻ്റെ പേരിൽ ഈ കലാലയത്തിൻ്റെ പേരിലും അതുപോലെ സോളേജ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും ഉള്ള അകൈതവുമായിട്ടുള്ള നന്ദിയും കടപ്പാടും എല്ലാവരോടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. Next we have a solo performance by Jissa Rose, daughter of Laila Joy of Batch 2. സത്യസ്വരൂപിണി
നേർന്നു. സപ്തസ്വരത്തിൻ ചിലങ്കകൾ കിലുങ്ങി സർഗസംഗീതമൊഴുകി. സന്ധ്യയിൽ കീർത്തനമാലകൾ ചാർത്തി ഹിന്ദോളരാഗത്തിൽ പാടൂ. സന്ധ്യയിൽ കീർത്തനമാലകൾ ചാർത്തി ഹിന്ദോളരാഗത്തിൽ പാടൂ. ചുംബിച്ചുണർത്തുമെൻ മാനസമോഹങ്ങൾ ചെമ്പകപ്പൂമാല കോർക്കും. നിന്റെ സുന്ദരമേനിയിൽ ചാർത്തും. സപ്തസ്വരത്തിൻ ചിലങ്കകൾ കിലുങ്ങി സർഗസംഗീതമൊഴുകി. I invite Professor Sebastian Joseph C., former head of the Department of Zoology, Kuriakose Elias College, Mananam, to deliver the inaugural address. പ്രിയ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളുടെ ജീവിത പങ്കാളികളെ, കുട്ടികളെ, സുഹൃത്തുക്കളെ അന്ന് ഇപ്പം ഞാൻ വിളിച്ചത് എൻ്റെ പഴയ വിദ്യാർത്ഥികളെയാണ്. വിദ്യാർത്ഥികളെ സുഹൃത്തുക്കളെന്ന് വിളിക്കുന്നതിനകത്തൊരു അപാകതയുണ്ടെന്ന് ചിലപ്പോൾ തോന്നാം. നമ്മുടെ നാട്ടിലൊരു വർക്കിലുണ്ട്, തൻ്റെ മക്കളും തന്നോടായാൽ പിന്നെ അവരെ താനെന്ന് വിളിക്കണമെന്ന്, പിന്നെ എടാ പോടാൻ, ചെറുപ്പത്തിൽ നമ്മളവരെ എടാ പോടാന്നൊക്കെ വിളിക്കും. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ എടാ പോടാന്ന് വിളിക്കുന്നത് ശരിയല്ല, എന്നാൽ താനൊന്നും വിളിക്കണമെന്നാണ്. ഇപ്പോൾ പല്ലുമൊക്കെ റിട്ടയർമെൻറ്റിൻ്റെ ഒക്കെ അടുത്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ട്. എൻ്റെ പഴയ വിദ്യാർത്ഥികൾ പല്ലുമൊക്കെ റിട്ടയർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികളെ എന്ന് ഞാൻ ഇപ്പോൾ വിളിക്കുന്നില്ല. നിങ്ങളെ കാണുമ്പോൾ പഴയ ക്ലാസ് റൂമൊക്കെയാണ് ഓർമ്മ വരുന്നത്. കുറച്ച് പ്രായം കുറഞ്ഞ പോലെ എനിക്കിപ്പോൾ തോന്നുന്നു. ഇപ്പോൾ 70 കഴിഞ്ഞ് എന്നാലിപ്പോൾ കുറച്ച് പ്രായം കുറഞ്ഞ പോലെ ഒരു തോന്നലുണ്ട്. ഞാൻ എൻ്റെ വിദ്യാഭ്യാസം കേരളത്തെ പ്രൈമറി സ്കൂളിലും സെൻറ്റ് ഫ്രൈൻസിലും ഒക്കെ ആയിട്ടാണ്. പിന്നെ പാലാ കോളേജിൽ, പിന്നെ മാരിവാനസ് കോളേജ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ വിദ്യാഭ്യാസ കാലത്തെ ചില കാര്യങ്ങളാണ് ഈ അധ്യാപകനായി കഴിഞ്ഞ് ഞാൻ ഫോളോ ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നും ചില പാഠങ്ങളാണ് ഞാൻ പോകുന്നത്. ഇതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ, ഈ പ്രൈമറി സ്കൂളിലായിരുന്നപ്പോൾ അവിടെ ഈ മലയാള പദ്യങ്ങളൊക്കെ കാണാതെ പഠിച്ചത്. അത് കുഞ്ചുതമ്മയാരുടെ കവിതകൾ, കാലമില്ലാത്ത കാലം, ഇങ്ങനെയുള്ള പല കവിതകൾ, 4-5 പേജുള്ള കവിതകൾ, അതെല്ലാം മുഴുവൻ കാണാതെ പഠിക്കും. ഓരോ ദിവസവും ഒരു 10 ലൈന് അല്ലെങ്കിൽ 12 ലൈൻ ഇത്രയും കാണാതെ പഠിക്കണം. കാണാതെ പഠിച്ചില്ല നല്ല അടിയാണ്, നല്ല അടിയും. അങ്ങനെ വന്നപ്പോൾ അത് ഇൻട്രോൾ ടൈമിലെല്ലാം ഈ ക്ലാസ്സിലുള്ള പിള്ളേരൊക്കെ മത്സരിച്ചത് കാണാതെ പഠിക്കുക. അതുകൊണ്ട് ഈ ആ കവിതകളൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ചിലതൊക്കെ അല്പം പൊടി പിടിച്ചിട്ടുണ്ട്, എന്നാലും ഒരു പ്രാവശ്യം വായിച്ചാൽ ഇതെല്ലാം ഓർമ്മിരിക്കും. എന്നാൽ അതേ സമയത്ത് UP-യിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ, UP സ്കൂളിൽ നിന്നും ഹൈസ്കൂളിലൊക്കെ ആയി കഴിഞ്ഞപ്പോൾ കവിതകളൊക്കെ അത് 4 പേജുള്ളൊരു കവിതയാണെങ്കിൽ അതിലൊരു 5-8 ലൈൻ സെലക്ട് ഇത്രയാണ് കാണാതെ പഠിക്കുന്നത്. കാണാതെ പഠിക്കാതെ എന്നാൽ ഒരു കുഴപ്പമില്ല, തല്ലൊന്നുമില്ല. അങ്ങനെ നമുക്ക് അതൊന്നും അറിയില്ല. അതുപോലെ മാത്തമാറ്റിക്സിൻ്റെ പ്രൈമറി ക്ലാസ്സിലായിരുന്നപ്പോൾ മാത്തമാറ്റിക്സിന് ഞാൻ മിക്കവാറും ക്ലാസ്സിൽ ഫസ്റ്റൊക്കെ ആയിട്ടാണ് ഒരു പോകുന്നുണ്ട്. എന്നാലും പറയാം, ഞാൻ വർത്തമാനം പറഞ്ഞു സാറ് കണ്ട് പിടിച്ച് എഴുതി സാറിന് എനിക്ക് 2 അടി തന്നു. എന്നാൽ അത് ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിൻ്റെ മറുപടി പറയാതിരുന്നവർ അതിൻ്റെ പേരിലായിക്കോട്ടെ, ആ കേരളത്തിലായിക്കോട്ടെ എന്നോട് ഗുണനപ്പട്ടികയിൽ ചോദിക്കുന്നത് 16 പറയാം, എണ്ണയായിട്ട് പറയാം. ഏതായാലും ഈ ചോദിച്ച ചോദ്യങ്ങൾ മുഴുവൻ എനിക്ക് കാരണം സാറ്
താമസിക്കുന്ന ഒരു വയസ്സാണ്. അത് മിക്കവാറും കസേര നെടി. എനിക്ക് ക്ലാസ്സിലുള്ള പൊക്കം ഉണ്ടാകുന്നത് ഏറ്റവും ഭയമില്ല. അവിടെ ഇരുന്ന് ഒരു വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കും. ഞാൻ കുറച്ചും മോണിറ്ററാകാം പറഞ്ഞ അവിടെ ജോലി എടുക്കും. പ്രത്യേകതകളായിരിക്കും മോണിറ്ററാകാം. ഞാൻ പറഞ്ഞ എന്നെ പിള്ളേർ പിന്നെ ഒരു കുഴപ്പമില്ല. ഇങ്ങനെ അങ്ങോട്ട് കളിക്കുന്നോട്ട് പഠിച്ചു ഒളിജിബ്ര പഠിച്ചു പഠിപ്പിച്ചു. എനിക്കിതിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി. ഒളിജിബ്ര കണക്ക് ഞാൻ പറഞ്ഞ ഒരു പ്ലസ് ഇട്ടാൽ പിന്നെ ഒരു മൈനസ്, പിന്നെ ഒരു പ്ലസ്. എനിക്ക് ഒരിക്കലും ഒരു പ്രിയമതയായിട്ടിരിക്കുക ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് നന്നായി പോയെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളൂ. ഏതായാലും ഇങ്ങനെ നിങ്ങളെല്ലാവരും ഒന്നിച്ച് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിന് മുൻകൈ എടുത്ത പ്രകാശ്, എമ്മാനുവൽ, സെബാസ്റ്റ്യൻ, പിന്നെ സത്യൻ ഇവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. വേറെ മറ്റുള്ളവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഇത് ഞാൻ അറേഞ്ച് ചെയ്ത് നന്നായി. ഇത് ഇനിയെങ്കിലും ഇനിയും വല്ലപ്പോഴൊക്കെ ഞാൻ കൂടണം. പിന്നെ സ്കോളർഷിപ്പ് പരിപാടിയൊക്കെ നല്ലതാണ്. പിന്നെ ഒരുപാട് കാലം വരുന്ന ഏർപ്പാടുകൾ നിർത്തി വെക്കുന്നത് അഭിപ്രായം എനിക്കുണ്ട്. കാരണം അങ്ങനെയൊക്കെ വന്നാൽ ചിലപ്പോൾ അത് മുന്നോട്ട് അത് നടന്നില്ലെന്ന് വരും. നമുക്ക് നടക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാവുന്ന രീതിയിലുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ എന്തായാലും കണ്ടതിൽ സന്തോഷമുണ്ട്. ഞങ്ങളത് ഓർത്തിരുന്നതിൽ വളരെ നന്ദി പറയുന്നു. It's a great blessing. The students of KE College who have chosen zoology are here to honor their greatest teachers by a Guru Puja. Our beloved Professor Sebastian Joseph, on completion of his MSc from Madhuganis College, Trivandrum, joined KE College as a lecturer in 1565. He had a brief stint as a lecturer in St. Thomas Palais before joining KE College. He was called at the time of his retirement on 31/3/96. Who can forget his excellent classes and illustrations during embryology lessons. Even subsidiary students will collect his fatherly affection. On behalf of Susan Loan, I humbly request Professor C. Sebastian Joseph to receive this memento as a symbol of love and respect towards you. P.C. Joseph. Well known as P.C., our beloved sir completed his MSc from Sakarshnath Devara before joining Degoda on 26/67. He had a stellar secondary education. Jovial to nature, he was adored by all. His classes on genetics were fabulous and systematic. I request sir to receive this moment as a symbol of love. And with an MSc from the University of Calicut, Dr. Aloysium and Sebastian joined our college in 1279. As a good teacher, he went on studying and secured an MPhil and PhD from LG University. No wonder he is now the Vice Principal of college. Please, sir, please come and receive our memento. As a glamorous youngster, he joined KE College 6/6/83. As we all remember, MSc Christ College, Digalagura. A brief period as lecturer in St. Thomas, Vijay. So, George Joseph, he easily won the hearts of our students. After an MPhil from MG University, he is after a doctorate. Please, sir, come and receive our memento as a symbol of our love and respect.
Dr. Santosh K. Joseph. As a product of St. Document's College, Changanasheri, we joined in K College 1782, and after we obtained the doctorate from the University. Please come and receive our medal as a symbol of our love and affection. As a product of St. Document's Changanasheri, an actor in an amateur movie, Dr. Santosh joined KEM 23-783, a doctorate from the University, promised as a lot from our beloved teacher for many, many years. Please come and receive our medal. We are not very familiar with the sister, so I forgot the name. But there's a memento of Sister Jessie. Mrs. Raji from the second class will be giving the memento. ബഹുമാനരായ ഗുരുജനങ്ങളോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ ഒരിക്കൽ ചൊല്ലാൻ മനസ്സിൽ കരുതി വെച്ചിരുന്ന 2-3 വരികളാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഈ സമയത്തിന് അത് അനുയോജ്യമായിരിക്കും എന്നതുകൊണ്ട് ബഹുമാനരായ എൻ്റെ ഗുരുജനങ്ങൾക്ക് മുമ്പിൽ ഞാനിത് അവതരിപ്പിക്കുന്നു. ഇത് എഴുതാരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തീർത്ഥാടനം തീർന്നു, തീർത്ഥാടനം തീർന്നു പോകുന്നു ഞാനിന്ന് ജനദേവനെ കണ്ടു സേവിപ്പതിനായി. തീർത്ഥാടനം തീർന്നു പോകുന്നു ഞാനിന്ന് ജനദേവനെ കണ്ടു സേവിപ്പതിനായി. നാളാഴ്ച പക്കങ്ങളറിയാതെ നീങ്ങി ഗ്രഹബന്ധഭാരങ്ങൾ തെല്ലോത്തിടാതെ. നാളാഴ്ച പക്കങ്ങളറിയാതെ നീങ്ങി ഗ്രഹബന്ധഭാരങ്ങൾ തെല്ലോത്തിടാതെ. വന്നു ഞാൻ ഇന്ന് നായികമിക്കേ ബിന്ദു ലയിച്ചിന്ന സിന്ധു ജനിക്കേ. വന്നു ഞാൻ ഇന്ന് നാമായികമിക്കേ ബിന്ദു ലയിച്ചിന്ന സിന്ധു ജനിക്കേ. അതിധന്യമീ വേള ഇതു പൊൻപിറന്നാൾ ജീവനൊരാജന്മവൃതമേകിടും നാം. ഹേ വന്ദ്യ ഗുരുവൃന്ദമേ നിങ്ങൾ നൽകൂ, ഹേ വന്ദ്യ ഗുരുവൃന്ദമേ നിങ്ങൾ നൽകൂ നതരായ ഞങ്ങൾക്ക് നിതരാം വരങ്ങൾ. തീണ്ടാതെ മോഹങ്ങൾ കേൾക്കാതെ ബാണങ്ങൾ വിജയം വരയ്ക്കും വരയ്ക്കും ഗമിക്കാൻ. തീണ്ടാതെ മോഹങ്ങൾ